അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സംശയമുണ്ട്. അപ്പോൾ എന്താണ് സംശയം? ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രശ്നമില്ല, എല്ലാവർക്കും നിസ്കരിക്കാൻ. നബി സ്വലാസ്മ വിട്ടു നിന്നു എന്നുള്ളത് അത്തരം ഒരു മരണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന നിലക്കായിരിക്കണം. പക്ഷെ നമുക്ക് നമസ്കരിക്കുന്നതിന് യാതൊരു തകരാറും ഇല്ല എന്നാണ്. ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. നമുക്കൊരിക്കലും നമ്മളെ കൊല്ലാനുള്ള അവകാശമില്ല. പക്ഷേ അതൊരു കുഫറാണ്. അവനൊരു ദൈവനിഷേധിയായി എന്ന് പറയുന്നൊരു കുഫർ. എല്ലാ കാര്യവും കുഫറല്ലല്ലോ, എല്ലാ തെറ്റും കുഫറല്ല, അവിശ്വാസമല്ല, അതൊരു തെറ്റാണ്. അതുകൊണ്ട് കാഫിറായിട്ടല്ലാതെ മരണപ്പെടുന്ന ഏതൊരാൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ നടത്താനും പാവമോചനം തേടാനും ഒക്കെ നമുക്ക് അവകാശമുണ്ടല്ലോ, നമുക്ക് അനുവാദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ആരാണ് മരിച്ചത്, അങ്ങനെ ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 23-കാരൻ ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു, നമ്മളൊരു ബന്ധുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ 23-കാരൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, അതിനൊരു മരണകാരണം ഉണ്ടാവുമല്ലോ ആത്മഹത്യക്ക്. അതെന്തായിരുന്നാലും ഒരു പ്രേമമായിരിക്കും, ഒരു അഫെയർ ആയിരിക്കും, ഒരു പ്രേമ നൈരാശ്യമായിരിക്കും എന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വെറുതെ വന്നു, ചോദിച്ചില്ല. അപ്പോൾ അടുത്ത സമയത്ത് തന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, അവനെന്തോ ഒരു അഫെയർ ഉണ്ടായിരുന്നു, നടക്കാതെ പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ധാരാളം കുട്ടികളെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ മാനസികമായിട്ട് അവർ തകരാറിലാവും, മാനസിക നില തെറ്റും പ്രേമം നിരാശപ്പെടുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് എത്തും. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് മരണപ്പെട്ട ഒരു കുട്ടിയെ കൂടെ മനസ്സിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഏകദേശം ഈ 23, 24, 25 വയസ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് പ്രേമം മുന്നോട്ട് പോണ സമയത്ത് അത് പ്രായോഗികമായിക്കോണമെന്നില്ല. കാരണം ഇവരൊരു അന്വേഷണം ഇല്ലാതെയാണല്ലോ സ്വാഭാവികമായിട്ട് പരിചയപ്പെടുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടതായിരിക്കും, ഏതെങ്കിലും നമ്മളിട്ടൊരു പോസ്റ്റിനൊരു കമൻറ്റ് പറഞ്ഞൊരു പെൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് പറഞ്ഞ ആൺകുട്ടിയായിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, മാനസികമായൊരു അടുപ്പമുണ്ടായി, ആ ബന്ധം അവർ തുടർന്നു. അങ്ങനെ തുടർന്നു പോകുമ്പോൾ എന്തു ചെയ്യും, അവരുടെ മനസ്സിൽ ഭയങ്കരമായൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ എന്തു ചെയ്യും, രൂപപ്പെട്ട് വരികയാണ്. പക്ഷെ ഒരിക്കലും അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളായിക്കൊള്ളുന്നില്ല. പ്രായം കൊണ്ട് വ്യത്യാസം ഉണ്ടാവില്ല, ജീവിത സാഹചര്യങ്ങൾ ശരിയായിക്കൊള്ളുന്നില്ല, മാതാപിതാക്കൾക്ക് അത് തൃപ്തിപ്പെട്ടോളുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് വേണ്ടാന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ വേണ്ടാന്ന് വെക്കുമ്പോൾ പൊതുവേ എന്തു ചെയ്യും, ചില ആൺകുട്ടികളൊക്കെ മാനസികമായി ആകെ തളർന്നു പോകും. എത്രമാത്രം വെച്ചാൽ ജീവിത നിരാശയുടെ അങ്ങേയറ്റം, ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അവരെത്തും. ഇത് പറയാനുള്ളൊരു കാരണം എന്താ അറിയോ, രക്ഷിതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആൺകുട്ടിയായിട്ട് പരിചയം ഉണ്ടെങ്കിൽ, ആൺകുട്ടി പെൺകുട്ടിയെ പരിചയമുണ്ട് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പൊതുവേ ഇങ്ങനെ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെ അടിക്കും, അവർ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കും, അതിനെ താക്കീത് ചെയ്യും, അവരെ കോളേജ് മാറ്റും, പല നടപടിക്രമങ്ങളും പലപ്പോഴും ചെയ്യും. പക്ഷേ ആൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇത് വളരെ നിസ്സാരമായിട്ട് കാണും. അവർക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നം, അവർ പ്രശ്നമായി തോന്നാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് ആൺകുട്ടികളല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അവരത് ഒഴിവാക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കിനൊക്കെ അവർ റെഡി ആയിക്കോളും, അവർ ബോധം വരുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കെട്ടിച്ചെടുക്കുക, എന്താ പ്രശ്നം എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്ന കാര്യം. പല നിലക്കും അങ്ങനെയാണ്. ഒന്നിതാണ്, ആ വിവാഹം നടക്കാതെ വന്നാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ കുട്ടികൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ തന്നെ എന്താണ് അറിയോ, പൊതുവേ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരുടെ ഭാര്യമാരെ സംശയമായിരിക്കും. പെൺകുട്ടികൾ പൊതുവെ എന്താണ് അറിയോ, പ്രേമാണെങ്കിലും വിവാഹം കഴിഞ്ഞ ഒരു പക്ഷേ ആ വിവാഹം കഴിച്ച ആളുമായിട്ട് പൊരുത്തപ്പെട്ട് പോവും, അവർക്ക് വേറെ ഒരു ബന്ധം ആവശ്യമില്ല. ഒരേ സമയത്ത് 4ഉം 5ഉം ബന്ധത്തിന് പെൺകുട്ടികൾ താല്പര്യപ്പെടില്ല. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല. ആൺകുട്ടികൾ എന്താണെന്ന് വിചാരിച്ചാൽ പൊതുവേ ഒരേ സമയത്ത് തന്നെ 3ഉം 4ഉം അഫെയറുകളുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പൊതുവെ ആൺകുട്ടികളിൽ കാണാറുണ്ട്.
അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൂക്ഷ്മത കുറവ് വന്നാൽ പെൺകുട്ടികൾക്ക് സംശയമാവും, ആൺകുട്ടികൾക്ക് അവരുടെ പിന്നെ ഭാര്യമാരെ സംശയമാവും. ആ ദാമ്പത്യം ഭയങ്കര അസ്വസ്ഥമായിരിക്കും എന്നുള്ളതാണ് കാര്യം. പിന്നെ ഒരു പക്ഷേ തൻ്റെ ഒരു കാഴ്ചപ്പാടുകൾക്ക് പറ്റാത്തൊരു പെൺകുട്ടിയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ജീവിതകാലം മുഴുവനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ പ്രേമം പ്രശ്നമല്ല എന്ന വളരെ ലാഘവത്വത്തോടു കൂടെയുള്ള മാതാപിതാക്കളുടെ നിലപാട് ശരിയല്ല. അത്തരം ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ അവർ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും അത്തരം അവിഹിതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് നേരത്തെ തന്നെ നമ്മൾ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ട്.